കരിപ്പൂർ വിമാനത്താവളം നിലനിൽക്കണമെന്നത് പ്രവാസികളോടൊപ്പം തങ്ങളുടെയും ആഗ്രഹമാണ്. എന്നാൽ വിമാനത്താവളത്തിന്റെ അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി പോലും ലഭിക്കില്ലെന്നിരിക്കെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന് സമരസമിതി ചെയർമാൻ ചുക്കാൻ മുഹമ്മദ് അലി എന്ന ബിച്ചു പറഞ്ഞു. കഴിഞ്ഞ 13 വർഷങ്ങളായി കരിപ്പൂർ നിവാസികൾ വിമാനത്താവളത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ വിമാനത്താവളം നിലനിർത്താൻ റൺവേ വികസനം അനിവാര്യമാണെങ്കിൽ അതിനാവശ്യമായ സ്ഥലം എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശം ഇപ്പോഴേ ഉണ്ടെന്നിരിക്കെ ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശത്ത് നിന്നും അവരെ കുടിയൊഴിപ്പിച്ച് ഇനിയും സ്ഥലമേറ്റെടുക്കുമെന്ന് പറയുന്നത് അനുവദിക്കാനാവില്ല. കൊമേഴ്സ്യൽ രൂപത്തിൽ മാത്രം കണ്ടുകൊണ്ട് വേറൊരു വിമാനത്താവളം വരുമ്പോൾ അല്ലെങ്കിൽ അത് വികസിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിനെയും ആക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇമ്പോസിബിളാണ്. പ്രാക്ടിക്കലല്ല, ജനങ്ങൾ വയലന്റ് ആകും. ഘട്ടം ഘട്ടമായി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്ന തന്ത്രമാണ് സർക്കാർ നാളിതുവരെ സ്വീകരിച്ചു പോരുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ വിമാനത്താവളത്തിന്റെ വികസനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഏത് നിലയ്ക്കുള്ള സഹകരണങ്ങൾ നൽകാൻ പരിസരവാസികൾ തയ്യാറാണെന്നും സമരസമിതി ചെയർമാൻ അറിയിച്ചു. എയർപോർട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളല്ല. ഈ അശാസ്ത്രീയമായിട്ടുള്ള സമീപനം വെച്ചു പുലർത്തുന്ന ബന്ധപ്പെട്ട അധികാരികളാണ് എയർപോർട്ട് വളർന്നു കൊണ്ടുവന്നത്. ഒരിക്കലും ഇതിന് 455 ഏക്കർ എടുത്തിട്ട് തന്നെ ഇതിനെ വികസിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്കും അറിയാം. ജിദ്ദയിലെ കൊണ്ടോട്ടി മേലങ്ങാടി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളെ ചുള്ളിയൻ ബഷീർ, അബ്ദുൽ ഗഫൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സാദിഖ് അലി തുബർ, മീഡിയ 1 ജിദ്ദ.